നമസ്കാരം, ഏഷ്യൻ ഗ്രാഫിലേക്ക് സ്വാഗതം. ക്രിസ്തുമസും ന്യൂ ഇയറും അടുത്തതോടെ വ്യാപകമായി ലഹരി വിൽപ്പന നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസാഫിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനകളിൽ 20 ലക്ഷത്തിലേറെ വില വരുന്ന MDMA പിടികൂടി. കോഴിക്കോട് മിംസ് ആശുപത്രിയുടെ സമീപത്ത് വെച്ചും മെഡിക്കൽ കോളേജിന് സമീപത്തെ ലോഡ്ജിന്റെ പരിസരത്ത് വെച്ചുമാണ് MDMA പിടികൂടിയത്. രണ്ടിടങ്ങളിൽ നിന്നുമായി 580 ഗ്രാം MDMA ആണ് പിടികൂടിയത്. MDMA എത്തിച്ച ഒരു യുവതി അടക്കം 4 പേരെയും കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് മാങ്കാവ് മിനി ബൈപ്പാസിലെ മിംസ് ആശുപത്രി പരിസരത്ത് വെച്ച് ആദ്യം 2 പേരെ പിടികൂടിയത്. കോഴിക്കോട് കുറ്റിച്ചിറ സ്വദേശികളായ CA മുഹമ്മദ്, ജാസം അറഫത്ത് എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും MDMA കോഴിക്കോട് എത്തിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഇരുവരും. ഇവരിൽ നിന്ന് 330 ഗ്രാം MDMA ആണ് കണ്ടെടുത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തെ ലോഡ്ജിന് സമീപത്ത് വെച്ച് നടത്തിയ പരിശോധനയിലാണ് മംഗലാപുരം സ്വദേശിനിയായ യുവതിയെയും ഫറോക്ക് സ്വദേശിയായ യുവാവിനെയും കസ്റ്റഡിയിലെടുത്തത്. ഫറോക്ക് കോടമ്പുഴ സ്വദേശി ഹാജിർ, മംഗലാപുരം സ്വദേശിനിയായ ഷാഹിദ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഭാര്യയും ഭർത്താവും എന്ന നിലയിൽ ഇവിടെ എത്തി മുറിയെടുത്ത് ആവശ്യക്കാർക്ക് ലഹരി വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. കർണാടകയിൽ നിന്നും എത്തിച്ചതാണ് ഇവരിൽ നിന്ന് പിടികൂടിയ MDMA. മുൻപും സമാനമായ കേസിൽ ഉൾപ്പെട്ടയാളാണ് ഫജീർ. ഇരു സ്ഥലങ്ങളിലെയും പരിശോധനകൾക്ക് മെഡിക്കൽ കോളേജ് പോലീസ് ഇൻസ്പെക്ടർ ജിജീഷ്, ഡാൻസാഫ് SIമാരായ E മനോജ്, അബ്ദുറഹ്മാൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ K അഖിലേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ M സരുൺകുമാർ, M ഷിനോജ്, MK ലതീഷ്, P അഭിജിത്ത്, NK ശ്രീശാന്ത്, K മുഹമ്മദ് മഷ്ഹൂർ, PK ബിനീഷ് എന്നിവർ നേതൃത്വം നൽകി.